ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ റൈറ്റാണ്. ചേർത്തിട്ടില്ല, ലേശം ഇട്ടോളി. ഫസ്റ്റ് നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. ഉപ്പ്, കുരുമുളക്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബീഫ് വേവിക്കാൻ വെച്ചാണ്. പിന്നെ നമുക്ക് ഉള്ളിയാണ് വേണ്ടത്, സവാള കരിക്കില്ല. അതിങ്ങനെ ഗുണഗുനാന്ന് ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വേണം. അത് പേസ്റ്റൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. കുത്തി ചമ്മന്തിയാക്കിയിട്ട് പിന്നെ ഇതാണ് നമ്മളെ വെള്ളക്കുട്ടി കേട്ടോ. വെള്ളക്കുട്ടി സൂപ്പറാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളക്കുട്ടി. അങ്ങനെ പിന്നെ നമുക്ക് ഇത് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ ഉള്ളി ഇടുക, അതായത് നമ്മുടെ സവാള ഗിരി ഇളക്കുക, ഉപ്പിടുക. പിന്നെ കുറേ സാധനങ്ങൾ ഇടാണ്ട്, കറിവേപ്പില ഇടുക, പിന്നെന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുക, മുളക് ഇടുക, ഇങ്ങനെ ഇളക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇടുക. അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടില്ല. വീഡിയോ എടുക്കുന്നവരൊക്കെ സമ്മതിക്കണല്ലോ. പിന്നെ നമുക്ക് മാവ് ബീഫ് ഇടണം കേട്ടോ. ഫസ്റ്റ് വേവിച്ച് വെച്ച ബീഫ് ഇടുക. പിന്നെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മൈദ എടുക്കുക. മൈദയിലേക്ക് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ട് ഇളക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ കോഴിമുട്ട എടുക്കുക. അതിൽ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഇളക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് നമ്മളെ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഇളക്കിയിട്ട് ദോശ ചുട്ടിട്ട് അതിലേക്ക് നമ്മൾ മസാല വെച്ചെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക.